Okay, today we are going to speak about applied physiology. Applied physiology എന്ന് പറയുന്നത് നമ്മൾ ഈ പഠിച്ച ഈ നോർമൽ ഫിസിയോളജിക്ക് വിരുദ്ധമായിട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ടു അവർ ബോഡി കണ്ടീഷൻസ്, ക്ലിനിക്കൽ കണ്ടീഷൻസ്, അങ്ങനെ ഡിസോർഡേഴ്സ് ഓഫ് യുവർ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ, ആ ജംഗ്ഷനിൽ നോർമലായിട്ട് നടക്കേണ്ട കാര്യത്തിന് വിപരീതമായിട്ട് ഒരു കാര്യം നടന്നിട്ട് അതിനൊരു ഡിസ്ഓർഡർ വരുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ന്യൂറോ മസ്കുലർ ജംഗ്ഷനെ എഫക്റ്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് മയസ്തീനിയ ഗ്രേവിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. ഇനി ഈ കണ്ടീഷൻ ആക്ച്വലി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഓഫ് ദി ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. ഇനി ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മുടെ ബോഡിയെ എഗൻസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആൻറ്റിബോഡീസ് നമ്മുടെ നോർമൽ ബോഡി സെൽസിനെ തന്നെ അവർ ആ ആൻറ്റിബോഡീസ് വിചാരിക്കും അവർ വെളിയിൽ നിന്ന് വന്ന് എക്സ്റ്റേണലായിട്ടുള്ള ആൻറ്റിജൻ ആണെന്ന് വിചാരിച്ച് അവരെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കൊല്ലുന്നതിനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ദാറ്റ് എഫക്ട്സ് ദി ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ കോസ്ഡ് ബൈ ആൻറ്റിബോഡീസ് ടു കോളിനർജിക് റിസെപ്റ്റേഴ്സ്. ഈ കോളിനർജിക് റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഏത് റിസെപ്റ്ററാണ് നമ്മുടെ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ? ദാറ്റ് ഇസ് ദി നിക്കോട്ടിനിക് അസിറ്റൈൽ കോളിൻ റിസെപ്റ്ററിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ആൻറ്റിബോഡീസ്, നമ്മുടെ ബോഡിയിലെ ആൻറ്റിബോഡീസ് തന്നെ നമ്മുടെ നിക്കോട്ടിനിക് അസിറ്റൈൽ കോളിൻ റിസെപ്റ്റേഴ്സിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. സോ മയസ്തീനിയ ഗ്രേവിസ് ഈസ് എൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഓഫ് ദി ന്യൂറോമസ്കുലർ ജംഗ്ഷൻ കോസ്ഡ് ബൈ ആൻറ്റിബോഡീസ് ടു കോളിനർജിക് റിസെപ്റ്റേഴ്സ്. നൗ ഇത് ക്യാരക്ടറൈസ് ചെയ്യുന്ന ഇങ്ങനൊരു കണ്ടീഷൻ വന്നാൽ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് ദർ വിൽ ബി വീക്ക്നെസ് ഓഫ് ദി മസിൽസ് ഡ്യൂ ടു ഇന്നബിലിറ്റി ഓഫ് ദി ന്യൂറോമസ്കുലർ ജംഗ്ഷൻ ടു ട്രാൻസ്മിറ്റ് ദി അസിറ്റൈൽ കോളിൻ ഇമ്പൾസസ് ഫ്രം ദി നെർവ് ടു ദ മസിൽ. സോ നെർവിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എന്തുവാ വെസിക്കിൾസിൽ നിന്ന് റപ്ചറായിട്ട് റിലീസ് ചെയ്യുന്ന അസിറ്റൈൽ കോളീന് ഈ റിസെപ്റ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് റിസെപ്റ്റേഴ്സിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതുകൊണ്ട് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ പെർമിബിലിറ്റി കൂടുന്നില്ല, സോഡിയം ഇൻഫ്ലക്സ് ഉണ്ടാകുന്നില്ല. സോ ആക്ഷൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എൻഡ് പ്ലേറ്റ് പൊട്ടൻഷ്യലിന് പറ്റുന്നില്ല. ഒരു എൻഡ് പ്ലേറ്റ് പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ആവുന്നില്ല, സോ ആക്ഷൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ആവുന്നില്ല. സോ അങ്ങനെ നോർമൽസി മൊത്തം ഡിസോർഡേർഡ് ആകുവാണ് ബിക്കോസ് ദിസ് അസിറ്റൈൽ കോളിൻ cannot be transmitted from the nerve to the muscle. ആൻഡ് അങ്ങനെ വരാതിരിക്കുമ്പോൾ ഈ മസിൽ യൂസ് ചെയ്യാതെ വരുമ്പം ഗ്രേവ് വീക്ക്നെസ് ഓഫ് ദി മസിൽസ് ഉണ്ടാവും. ആൻഡ് ഇതെന്ന് പറയുന്നത് മസിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ റെസ്പിറേറ്ററി മസിൽസും ബ്രീത് ചെയ്യാനും കാർഡിയാക് മസിൽസ് ഇതെല്ലാം എന്തുവാ ഈ ന്യൂറോമസ്കുലർ ജംഗ്ഷനിൽ ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് വരുന്നത്. സോ നമ്മുടെ സ്കെലിറ്റൽ മസിൽസ് എല്ലാം ഓക്കെ ഇങ്ങനെ അസിറ്റൈൽ കോളിൻ കാരണം മസിൽസ് വീക്ക്നെസ് എന്താ അസിറ്റൈൽ കോളിന് പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാതെ മസിൽ കോൺട്രാക്ഷൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വീക്ക്നെസ് ഉണ്ടാകുമ്പോൾ ഇറ്റ് ക്യാൻ ഈവൻ കോസ് ഫേറ്റൽ എന്തുവാ ഒരു സിനേറിയോയിൽ മാറാം. ദറ്റ് ഇസ് ഡെത്ത് വരെ സംഭവിക്കാം ബിക്കോസ് ദ മസിൽ ഇസ് നോട്ട് വർക്കിംഗ് ആൻഡ് ഇറ്റ് ഗോസ് ഫോർ വീക്ക്നെസ്. സോ ഇതിൻ്റെ കോസ് എന്ന് പറയുന്നത് എന്തുവാ? ഡ്യൂ ടു ഡെവലപ്മെൻറ്റ് ഓഫ് ആൻറ്റിബോഡീസ്. ഓട്ടോ ഇമ്മ്യൂണാന്ന് പറഞ്ഞു. സോ ആൻറ്റിബോഡീസ് ഡെവലപ്പ് ചെയ്യുന്നു, capital G antibodies, okay, which is formed against the receptors of acetylcholine, that is your nicotinic acetylcholine receptors in against ആയിട്ട് ആൻറ്റിബോഡീസ് ഡെവലപ്പ് ആകുന്നു. ദിസ് ബോഡി ഡെവലപ്സ് that is the body develops antibodies against its own acetyl receptors and the antibodies prevents the binding of acetylcholine with the receptor and destroys the റിസെപ്റ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ് കോസസ്. സോ ദോ ദി അസിറ്റൈൽ കൊളീൻ ഇസ് റിലീസ്ഡ് നോർമലി ഇറ്റ് കനോട്ട് എക്സിക്യൂട്ട് ഇറ്റ്സ് ആക്ഷൻ. ഓക്കെ, നൗ കോമൺ മസിൽസ് ഇൻവോൾവ് ഏതൊക്കെയാണ്? കോമൺ ആയിട്ട് ഏതൊക്കെ മസിൽസാണ് ഇൻവോൾവ് ആകാനായിട്ട് സാധ്യത? മോർ പ്രോൺ മസിൽസ് ആർ യുവർ നെക്ക് മസിൽസ്, യുവർ അപ്പർ ആം ആൻഡ് യുവർ ലോവർ ലിംബ്സ്, ലിംബിൻ്റെ മസിൽസ്, ഐബോൾ മസിൽസ്. ദേ ആർ സ്മൂത്ത് മസിൽസ് ആണ്, പക്ഷേ ഐബോൾ മസിൽസ്, മസിൽസ് ഇൻവോൾവിങ്
ഐ മൂവ്മെൻറ്റ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കണ്ണ് അനക്കുന്നതിൻ്റെ ആ കുഞ്ഞ് തിൻ ഫ്ലാറ്റ് മസിൽസ് ഇൻവോൾവ് ആവും. ചൂയിങ് ഇൻവോൾവ് ആകും. നമുക്ക് ചവയ്ക്കാനായിട്ടുള്ളതും വിഴുങ്ങാനായിട്ട് സ്വോളോ ചെയ്യാനും സംസാരിക്കാനായിട്ടുള്ള മസിൽസും പിന്നെ റെസ്പിറേറ്ററി മസിൽസ്. ഈ റെസ്പിറേറ്ററി മസിൽസൊക്കെ ഇൻവോൾവ് ആകുമ്പോഴാണ് ഇത് ഫേറ്റലായിട്ടായി വരാനായിട്ട് സാധ്യത കൂടുന്നത്. സോ ദീസ് ആർ ദി കോമൺ മസിൽസ് ദാറ്റ് ആർ ഇൻവോൾവ്. യുവർ നെക്ക്, യുവർ ലിംബ്, യുവർ ഐബോൾ muscles, your eyeballs that are causing eyeballs to move, your chewing muscles, your swallowing muscles, your speech muscles and your respiratory muscles. സോ ഇതിന് ബേസിക്കായിട്ട് ഇങ്ങനെ മസിൽസ് ഇൻവോൾവ് ചെയ്യുമ്പം ഉണ്ടാകുന്ന സിംറ്റംസ് എന്താണ്? സ്ലോ ആയിട്ടായിരിക്കും ഇതിൻ്റെ സിംറ്റംസ് കണ്ടു തുടങ്ങുന്നത്. പതിയെ പതിയെയാണ് ഈ വീക്ക്നെസ്. ആദ്യം ഫേസിലായിരിക്കും ചില വീക്ക്നെസ്, പിന്നെ കയ്യിൽ വരും, പിന്നെ കാലയിലോട്ട്. അന്നേരം പതിയെയാണ് ഇതിൻ്റെ ഗ്രാജുവൽ പ്രോസസ്സാണ്. ആൻഡ് സ്ലോ ആൻഡ് വീക്ക് മസ്കുലർ കോൺട്രാക്ഷൻ കോസസ് ദി ഡിഫക്റ്റീവ് ന്യൂറോ മസ്കുലർ ആക്ടിവിറ്റി. സ്ലോ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും പതിയെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമുക്ക് ആ നോർമൽ റിഫ്ലക്സ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ആൻഡ് സിംറ്റംസ്, അടുത്ത സിംറ്റം എന്ന് പറയുന്നത് ഇന്നബിലിറ്റി ടു മെയിൻറ്റെയിൻ ദി പ്രൊലോങ്ഡ് കോൺട്രാക്ഷൻ ഓഫ് യുവർ സ്കെലറ്റൽ മസിൽ. കുറേ നേരത്തേക്ക് നമ്മളിങ്ങനെ മസിൽ പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. ആൻഡ് പെട്ടെന്ന് നമ്മൾ ടയേർഡാവും. ഫെറ്റീഗബിലിറ്റി ഭയങ്കര ഫാസ്റ്റായിരിക്കും.